ഹലോ മച്ചാന്മാരെ, എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഫോണുകളിൽ എല്ലാവരും തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. ഗൂഗിൾ മീറ്റ്, ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് വഴി നമ്മൾ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഊടുപാട് ചറപറ ഫോൺ കോൾസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വർക്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവും, നമ്മൾ ചെയ്യുന്ന ഗൂഗിൾ മീറ്റ് കട്ടാവും, നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനെ പലതും സംഭവിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യം, നമുക്ക് കോളുകൾ വരുന്നത് ഒഴിവാക്കി നമ്മുടെ ഫുൾ മൈൻഡ് നമുക്ക് നമ്മുടെ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സിലും ഗൂഗിൾ മീറ്റ് കട്ടാവാതെയും ഒക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ടിപ്പ് വീഡിയോയാണ്. ആദ്യമേ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഹോം സ്ക്രീനിലോട്ടേക്ക് പോവുക. അതിനുശേഷം നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ആക്കി ഇട്ടിരിക്കണം. അതിനുശേഷം ഫ്ലൈറ്റ് മോഡ് എനേബിൾ ചെയ്തിടുക. ഇനി നമുക്ക് ഈ നെറ്റ് കണക്ഷൻ ഓക്കെ ആണോ, വർക്കൗട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓഫ്ലൈനിലാണെന്നുള്ള വിൻഡോ ആയിരിക്കും ആദ്യം കാണിച്ചു തരിക. കാരണം നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇപ്പോൾ ഓഫാണ്. അതുകൊണ്ട് ഇനി നമുക്കിതെങ്ങനെ ആക്റ്റീവാക്കി എടുക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ വിൻഡോ നമുക്ക് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡയൽ പാഡ് എടുക്കുക. ഡയൽ പാഡ് എടുത്തിട്ട് അതിൽ ടൈപ്പ് ചെയ്യേണ്ടത് *#*463 *#**. ഇത്ര നോക്കി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സ്ക്രീനിലോട്ട് പോകും. അതിൽ 3 ഓപ്ഷൻ ആയിരിക്കും: ഫോൺ ഇൻഫർമേഷൻ 1, ഫോൺ ഇൻഫർമേഷൻ 2, വൈഫൈ ഇൻഫർമേഷൻ. ഇതിൽ ഫോൺ ഇൻഫർമേഷൻ 1 നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പം ഇത്ര ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ മൊബൈൽ റേഡിയോ പവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫായിട്ടായിരിക്കും. അത് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓണിലോട്ടേക്ക് അത് മാറ്റുക. ഓക്കെ, നമ്മൾ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ വിൻഡോ മിനിമൈസ് ചെയ്യുക. തിരിച്ച് നമ്മുടെ ഹോം സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ, നമ്മൾ ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്. ഓൺലൈനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇനിയൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ലോഡ് ആവുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ നെറ്റ് ലോഡായിട്ടുണ്ട്. ഒരു ലാഗും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് എല്ലാം എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോയും കൂടി ഇനി പ്ലേ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ പരസ്യം എന്ന് പറഞ്ഞാൽ ഒരു ലാഗും ഇല്ലാതെയാണ് പരസ്യം പെട്ടെന്ന് തന്നെ വന്നത്. ഉണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരിച്ചങ്ങ് ഓടിച്ചിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു, ഒരു ലാഗും വന്നിട്ടില്ല. നല്ല സ്പീഡിൽ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നുണ്ട്. ഇത് ഓടിച്ചിട്ട് ഇനി നമുക്ക് വേണം അടുത്ത വീഡിയോ നമുക്ക് എടുത്ത് നോക്കാം. ആ വീഡിയോയും ഒരു ലാഗും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോഡായി കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് ആ നെറ്റും കിട്ടുന്നുണ്ട്. നമുക്ക് ഇത് തന്നെ നമുക്ക് നമ്മുടെ ഓൺലൈനിൽ ഗൂഗിൾ മീറ്റ് ഒക്കെ ചെയ്യുമ്പം ഇതേ മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കത് ഡിസേബിൾ ചെയ്യാം. ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയൽ പാഡ് വല്ല ഒന്നും കൂടി പോവാം. *#*463#*#* പ്രസ് ചെയ്യുക. നമ്മൾ നേരത്തെ ഓണാക്കി വെച്ച മൊബൈൽ റേഡിയോ പവർ എന്നുള്ളത് ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പം ഇത്രയാണ് കാര്യങ്ങളിപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് നമ്മുടെ സിമ്മിൻ്റെ സിഗ്നൽ വന്നു കഴിഞ്ഞു. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ആലോചിക്കുമായിരുന്നു, ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക നമ്മുടെ ഗെയിം കളിക്കുന്ന മച്ചാന്മാർക്കായിരിക്കും. കാരണം അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്.
കാരണം ഫ്രീ ഫയർ പബ്ജി കളിക്കാൻ നേരത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാറിൻ്റെ അങ്ങ് എന്താ പറയുക ഒരു പവർ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഫോൺ കോൾസ് വരിക. അപ്പോൾ അവർക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഗെയിം നല്ല രീതിയിൽ കളിക്കാം കേട്ടോ. ഞാൻ ഒരിക്കലും ഓൺലൈൻ ഗെയിംസിനെയും മൊബൈൽ ഗെയിംസിനെയും പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.